പിന്നെ ആ ഡോണറിന്റെ കേസ്, എന്തിനു ഡോണർ വന്നു? എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്തിനാണ് ആ ഡോണർ വന്നത്? ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് മേടിച്ചില്ല? അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല? മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല? പ്രേമിക്കുന്ന ടൈമില് ഇന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആന്ന് കണ്ടപ്പോൾ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന്. അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട്, ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. എന്നോട് അത് ഒരു സെർവന്റ് ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് ചോദിച്ചപ്പോൾ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇങ്ങേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവര് വന്നിട്ട് കരയുണ്ട്, ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞത്, ഇന്റെ എ പോസിറ്റീവ് ആണ്, ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു, നാണം കെട്ടു. ഞാൻ ഏത് തരത്തിലുള്ള നാണക്കേടാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അത് ഈവൻ എന്റെ ഫോട്ടോ വീഡിയോ പുറത്തു വിടുക, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് മോശം പറയുക. എന്റെ പാസ്റ്റില് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ദൈവം തന്നതാണ് നിന്നെ എന്റെ കയ്യില്, ഞാനും ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്, നിന്നെ എന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആളും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആണ് ഇതിൽ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് വേറൊരു ഡോണർ ഇത്ര കാശ് കൊടുത്തിട്ട് വന്നു? അതുപോലെ തന്നെ അവരുടെ വീട്ടുകാര് സ്വന്തം ഇണകളോ അല്ലെങ്കിൽ വരണ്ട ആൾക്കാരൊന്നും വന്ന് സൈൻ ചെയ്യാണ്ട് ഒരു റിലേഷൻ മറന്നിട്ടുള്ള ആൾക്കാർ വന്ന് സൈൻ ചെയ്തത് ഇത്രയ്ക്ക് വിലയുള്ളൂ. എന്തായാലും അതൊന്നും ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ആരിനെയോ കൊണ്ടുവരും, ആരിനെയോ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഭീഷണിയുടെ സ്വരാണ് തോന്നിയത്. കുറെ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു, കുറെ ആൾക്കാരുടെ മുമ്പിൽ പീഡിപ്പിച്ചു, കുറെ ആൾക്കാരുടെ മുന്നിൽ പല തരത്തിൽ ഇത് ചെയ്തു. ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി, മെന്റൽ അബ്യൂസ് ഉണ്ടായി, എന്താ പറയാ, ലിറ്ററലി യൂസ് ചെയ്തു. ഓക്കെ, ഇത്രയൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഓൾറെഡി ഈ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പലരോടും പറയണത് കേട്ടിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ചേച്ചിയോടും ഇവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട്. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളുടെ കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ ഇത്ര വലിയ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആള് ഡിസ്ചാർജ്, ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് എത്ര 3 ആഴ്ചയോ 1 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ ആ കറക്റ്റ് വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജൊക്കെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും വൈനായിട്ടും പിന്നെ വൈനും ബിയറായിട്ടും വൈനും ബ്രാൻഡി ആയിട്ടും വൈനും ബക്കാഡിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ അത്രയും ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ഒരാള് അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ അവരുടെ ഫ്രണ്ട് വഴി തന്നെ അവരുടെ ഡോക്ടറോടും ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം മരുന്ന് മാറ്റിയിട്ട് കൊടുത്ത് ആൾക്കാരനെ കൊല്ലാൻ നോക്കണ ആള്. അല്ലാണ്ട് ഞാൻ മുമ്പ് ഇത് തടയാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അടിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ സമയത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു വിലയും തരുന്നില്ല. അപ്പോൾ ഇല്ലില്ല, മോള് നോക്കിയാൽ ശരിയാവും, അതുപോലെ തന്നെ ഇനി അതുപോലത്തെ പെണ്ണുങ്ങൾ ഒരിക്കലും വീട്ടിൽ കയറില്ല എന്ന് വാക്കുകൾ പലരും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാക്കുകളൊക്കെ ജസ്റ്റ് ഒരു പണിക്കാരിയായിട്ട് ഈ കാര്യങ്ങള് ഒരാള് ഡോണറിന്റെ മുറിവ് നോക്കാനും ഇവരുടെ മുറിവ് നോക്കാനും ഇതൊക്കെ കഴുകി കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പണിക്കാരിയായിട്ടാണ് ഇവരുടെ വീട്ടുകാരും എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. കാരണം ഇത് കഴിഞ്ഞ് എല്ലാം ഹെൽത്ത് ഓക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, മോള് പൊക്കോ, അത് കഴിഞ്ഞിട്ട് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. ഇവള് എന്തിനാണ് ഇയാളുടെ അവിടേക്ക് പോയത്? കാശ് കണ്ടു പോയ ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ സൈൻ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവര് പറഞ്ഞ എനിക്ക് ഇനി മാരി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇവര് വരുത്തീർക്കുന്നുണ്ട്. വാട്ടെവർ, അതെനിക്കൊരു പ്രശ്നമല്ല. ഒരാള് പ്രേമിച്ചു പ്രപ്പോസ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ഡാഷ് തരങ്ങളും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക്
തോന്നണില്ല, അത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവർക്കൊക്കെ അത് ശരിയായിട്ടാണ് തോന്നണേ. മലയാളി പെണ്ണുങ്ങൾ അണ്ണാച്ചിയുടെ കോടി കണ്ടിട്ട് പോയതല്ലേ, ഇവരും അങ്ങോട്ട് പോയതാണെന്ന് ഇവർ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഓ, ഞാൻ കോടി കണ്ടിട്ടാ പോയെന്ന് എപ്പോഴാണോ വീഡിയോ ഇട്ടണേ? അടിപൊളി. എല്ലാം സൈക്കോകളാണ്. ഓക്കെ, ഇവര് ആ വീഡിയോ ഒക്കെ എവിടുന്ന് കണ്ട? ഞാൻ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു. ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നതിൽ ഇത്ര തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഇഷ്ടം തോന്നിയിട്ട് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരുടെ ഓരോ ഡാഡി മുതൽ എൻ്റെ ചേട്ടന്മാര് മുതൽ ചേട്ടന്മാരുടെ ഭാര്യമാര് മുതൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യണേന്നും 2 ദിവസത്തിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ ഒരാളുടെ ഫ്രണ്ടിനടക്കം കണ്ടുപിടിച്ച ആളാണ് ഈ പുള്ളി. അത് കഴിഞ്ഞപ്പോൾ പ്രപ്പോസൽ ഏകദേശം ഓക്കെ ആയ പോലത്തെ ആളാണ്. അതായത് വീട്ടിൽ ഇത്ര മാത്രം പ്രൊഫസർമാരുണ്ട്, ഇത്രമാത്രം ഡോക്ടർമാരുണ്ട്, ഇതൊക്കെ. അപ്പൊ ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? അതെനിക്ക് മനസ്സിലാവണില്ല. അത്ര നേരം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞ ആള് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറിയത് എന്താണെന്ന് എനിക്കറിയില്ല, ഈ വീട്ടിലത്തെ ഹിസ്റ്ററി ഒക്കെ കണ്ടപ്പോൾ. അതുപോലെ തന്നെ എൻ്റെ കഥകൾ മൊത്തം ലിസൺ ചെയ്തു. 8 മാസം ഞങ്ങള് ഫോണിലൂടെ സംസാരിച്ചിട്ടും ഇത് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഇറങ്ങിപ്പോക്ക് നടക്കണത്. പ്രേമിക്കണത് ഇത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സെയിം ആള് വേറൊരു കമന്റാണ്. 2 കല്യാണം കഴിച്ച ഒരു സൈക്കോയുടെ FB പോസ്റ്റ് കണ്ടിട്ട് പ്രണയം തോന്നി അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിയ പണിയുടെ കൂലിയല്ലേ ഇപ്പോൾ കിട്ടിയത്. ഡോക്ടറാണ്, വിവരമില്ല. വെല്ലോന്റെയും കോടിയും ഗ്ലാമറും കാണുമ്പോൾ ഓടിപ്പോയാൽ ഇങ്ങനെയാണ്. ബുദ്ധിയുള്ള ആണുങ്ങൾ ഓർ പെണ്ണുങ്ങൾ പ്രൂഫ് ഉണ്ടാക്കി വെക്കും. ഇനിയും അയാൾ തിരിച്ചെടുത്ത് എന്ന് പ്രൂഫുണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ടു. ഭർത്താവ് മോശമായി പെരുമാറി ജീവിക്കാൻ ബുദ്ധിമുട്ടാണേ. അങ്ങനെ പറഞ്ഞിട്ട് കുറെ സാധനമൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. ഇതൊക്കെ സെയിം കമന്റ്. ഒരാൾ തന്നെ വീണ്ടും വീണ്ടും ഓക്കെ, ഒരാൾക്കൊരു വീഡിയോ കാണുമ്പോൾ അത് എതിർപ്പുണ്ടാവുമ്പോൾ ഒരു തവണയൊക്കെ ഓക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ആൾക്കാരുടെ അഭിപ്രായം പറയണത് നോർമലാണ്. അത് ചിലപ്പോൾ അവരുടെ മെന്റാലിറ്റി, അവർ അനുഭവിച്ച ജീവിതത്തിലുള്ള പാഠങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് അവർ എഴുതണമായിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും ഒരേ ആൾക്കാർ തന്നെ, അതിന്റെ അടിയിൽ വന്ന ആള് സെയിം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആൾ തന്നെയാണ് വീണ്ടും കമന്റ് ഇട്ടോണം. അവർ രണ്ടുപേരും ജോഡിയായിട്ടാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കണേ. അവര് അറിയില്ല ആര് പറഞ്ഞിട്ടിരുന്നാണ്, ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഇന്നെ പറ്റിയിട്ട് കസ്തൂരിക്ക് അറിയണ പോലത്തെ ഡീറ്റെയിൽസ്, ഇന്നെ പറ്റി മോശം പറയണ ഡീറ്റെയിൽസ് ഒന്നും ഇവര് പറഞ്ഞിട്ടില്ല. ഇത് സാധാ ആൾക്കാര് ഇടുന്ന പോലത്തെ ഇന്നെ പ്രൊവോക്ക് ചെയ്യണ പോലത്തെ കമന്റ്സുകളാണ്. എന്നിരുന്നാലും അങ്ങനത്തെ കമന്റ്സുകളും വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമന്റുകൾ കാണിച്ചത്. ഓക്കെ, എനിക്ക് ഈ കമന്റ് ഭയങ്കര അത്ഭുതമായി. ഒരാൾ വന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആദ്യം തെറ്റ് വേറെ ആളുടെ ഭാഗത്തുനിന്നും, ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ തെറ്റ് ഓക്കെ പഴയ ഭാര്യമാരുടെ കൂട്ടം, അത് തന്നെ എനിക്കെന്തൊരു കോമഡി പോലെ തോന്നി. ചേർന്ന് ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ തോന്നി. പിന്നെ എനിക്കൊന്നാ പറയാനുള്ളൂ, എനിക്ക് നീതി കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രല്ല എന്റെ പേരിൽ കേസ് വരും എന്നെനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണ വരെ, അങ്ങനത്തെ ഒരു സാധനം എടുക്കണ വരെ, എന്റെ FBയും യൂട്യൂബും എല്ലാതും കളയണ വരെ, അല്ലെങ്കിൽ വെറുതെ ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് പോയിട്ട് ഓക്കെ എല്ലാം സഹിച്ചിട്ട് ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കറിയാം എന്താണ് 14 വർഷമായിട്ട് മുമ്പ് ആളുകൾ സഹിച്ചിരുന്നത്, എത്രമാത്രം അവർ ടോർച്ചർ ചെയ്തിരുന്നു, എത്രമാത്രം അവരുടെ കമന്റുകളിൽ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് ആരിനെയൊക്കെ വിളിച്ചിരുന്നു എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഉദയം. പക്ഷെ എനിക്കിതിനൊക്കെ എതിർത്ത് പറയാൻ പേടിയായിരുന്നു. എനിക്ക് പല കാര്യത്തില് എന്നെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ചേട്ടൻ ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, DM-ന് പഠിക്കുകയായിരുന്നു. അതേത് കോളേജാണെന്നോ ഞാൻ പറയുന്നില്ല. അവിടെ പഠിക്കുമ്പോൾ അവനെ തോൽപ്പിക്കുന്നു, അവിടുത്തെ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. കാരണം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അവരാണ്. അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ വിട്ടു. പക്ഷെ ഇന്നെ ഭീഷണിപ്പെടുത്തിയ കമന്റുകളിൽ, അന്ന് ഞാൻ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇട്ട കമന്റുകളിൽ ഇന്റെ ചേട്ടൻ ഇവിടെയല്ലേ പഠിക്കണേ, അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇതിന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഞാൻ ഉള്ളപ്പോൾ നടന്നിട്ടുണ്ട്. സോ എനിക്ക് അതിന്ന് പുറത്തു പോകാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും എനിക്ക് അത്ര ധൈര്യമുള്ള ആളൊന്നല്ല.
പക്ഷെ ഇപ്പൊ ധൈര്യം വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ആ ധൈര്യം വന്നോണേ. ഇനി എന്തുണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീഡിയോകള് മരിക്കുന്നതിന് മുമ്പ് ഒരു ഡൈയിങ് ഡിക്ലറേഷൻ ഒക്കെ എടുക്കുമെന്നാണ് പറയണേ. ഇത് ഏതെങ്കിലും വഴിയിൽ ചിലപ്പോ വല്ല കുളത്തിലോ അല്ലെങ്കിൽ വല്ല കടലിലോ കെട്ടി ഇത് ചെയ്തിട്ടൊക്കെ എന്നെ കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സത്യമൊക്കെ പറയണമെന്നും അതുപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം. വെറുതെ എന്തിനാ ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാപം കൂടി ഞാൻ ഏൽക്കണേ, അതിന്റെ കാര്യമില്ലാന്ന് തോന്നി. സോ ഇത്രയൊക്കെയൊക്കെ പറയാനുള്ളൂ. സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര താങ്ക്സ്. ആക്ച്വലി നിങ്ങളോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല, കാരണം നിങ്ങൾക്കൊക്കെ ഭീഷണികൾ വരും. പല ആൾക്കാരുടെ വീട്ടില് ഭീഷണിയായിട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവും. സോ ഞാൻ ആരോടും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല. സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഭയങ്കര താങ്ക്സ് ഫ്രം മൈ ഹാർട്ട്. ബൈ.